Hi all, this is Uttara. ഈ ഫിലിം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തന്നെ ആകെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇറ്റ്സ് എ ലെനിൻ രാജേന്ദ്രൻ ഫിലിം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ഈ ഫിലിമിലേക്ക് എനിക്ക് ആദ്യം കോള് വന്നപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എന്താണെന്നോ സ്റ്റോറി എന്താണെന്നോ ക്യാരക്ടർ എന്താണെന്നോ ഒരു പിടി ഉണ്ടായിരുന്നില്ല. ലെനിൻ സാറ് നേരിട്ട് വിളിച്ചതാണ്, സാറിൻ്റെ മൂവിയാണ് എന്നുള്ള ഒരൊറ്റ കണ്ടീഷനിലാണ് നേരിട്ട് ഞാൻ ഒന്നും ചോദിക്കാണ്ട് തന്നെ ഞാൻ സെറ്റിലേക്ക് എത്തുന്നത്. ബിക്കോസ് സാറിൻ്റെ ഒരു വലിയ ഫാൻ തന്നെയാണ് ഞാൻ. സാറിൻ്റെ ഒരുപാട് ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സീരിയസ് ആർട്ട് മൂവീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ചേച്ചിയുടെ മഴ പോലത്തെ ഫിലിംസ് കണ്ടപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഫിലിം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഫിലിമിന് ഭാഗമാവാൻ കഴിയുമോ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനത്തെ ഒരു ഫിലിമിലൂടെ തന്നെ പിന്നീട് ഒരു എൻട്രി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കുഡൻറ്റ് ആസ്ക് ഫോർ മോർ. സോ ഐ വാസ് റിയലി എക്സൈറ്റഡ്, റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. ലെനിൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ വെരി സ്വീറ്റ് പേഴ്സൺ, ഹീസ് വെരി ഡൗൺ ടു എർത്ത്. കൂടെ വർക്ക് ചെയ്യാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ്. സാറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും പറഞ്ഞു തരില്ല, പക്ഷേ നമ്മളെന്ത് മനസ്സിലാക്കിയോ അതുപോലെ ചെയ്യണം എന്നുള്ള എൻ്റെ മുഴുവൻ ഇതും നമുക്ക് വിട്ടുതരും. സോ ആസ് എ ന്യൂ കമ്മർ ദാറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. പിന്നെ ഒരുപാട് റിഹേഴ്സൽസിനും ഒരുപാട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമും ഒക്കെ തരാറുണ്ട്. പിന്നെ സാറിൻ്റെ പൊതുവേ ഫിലിം മേക്കിംഗ് ടെക്നിക്സ് കുറച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആസ് എ ന്യൂ കമ്മർ. പക്ഷെ എന്നാലും ഇറ്റ് വാസ് എ റിയലി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇത്രയും നല്ലൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. അത്രയും ഐ എം താങ്ക്ഫുൾ ടു ഹിം. സോ ഐ എം റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹിസ് ഫിലിം. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചേച്ചി ഫിലിമിലേക്ക് വരാൻ കാരണം തന്നെ അമ്മയാണ്. സോ ഒബ്വിയസ്ലി എനിക്ക് കിട്ടുന്ന എല്ലാ സപ്പോർട്ടും അമ്മയുടെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും എന്നുള്ളതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഏത് കാര്യത്തിലായാലും, ഡാൻസ് ആയാലും ആക്ടിങ് ആയാലും എന്ത് ആർട്ട് ഫോംസ് ആയാലും എന്ത് കാര്യവും ഞാൻ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ഇട്ട് തരുന്നത് അമ്മ തന്നെയാണ്. എല്ലാത്തിനും പിന്നിൽ നിന്നുള്ളൊരു പുഷ് എന്തായാലും അമ്മയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് അതിൻ്റെ കാരണം. ആൻഡ് ഷീ ഈസ് എ റിയലി ബ്യൂട്ടിഫുൾ പേഴ്സൺ ആൻഡ് ഷീ ഈസ് എ വെരി ടാലൻറ്റഡ് പേഴ്സൺ. സോ അതിൻ്റെ എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് തന്നെയാണ് ഡെഫിനറ്റ്ലി. സോ അമ്മയും അച്ഛനും അതെ, അമ്മ ഫിലിമിലേക്ക് വരാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ഒരു സപ്പോർട്ടില്ലാണ്ട് അമ്മ നിങ്ങളറിയപ്പെടുന്ന ഊർമിള ഉണ്ണിയായി മാറില്ലായിരുന്നു. സോ എല്ലാം കൊണ്ടും ഒരു ഫാമിലി സപ്പോർട്ട് തന്നെയാണ് എന്തെങ്കിലും ഞാൻ ജീവിതത്തിൽ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം. ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് എ വെരി സിമ്പിൾ പേഴ്സൺ. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല ദിവസങ്ങളും ചേച്ചിയെ കാണുമ്പം ഈ ഫിലിമിലൊക്കെ ഉണ്ടായിരുന്ന ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ടർ ആയിരുന്നോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോവും. അത്രയും വളരെ സിമ്പിളായിട്ടുള്ളൊരു പേഴ്സണാണ്. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടേ കളിച്ച് വളർന്നവരാണ്. അപ്പം എപ്പോഴും ഒരു വളരെ ഫൺ ഇതാണ്. വീട്ടിലായാലും എല്ലാ വെക്കേഷൻസിനും തൃശ്ശൂരായിരിക്കും മിക്കവാറും ചേച്ചിയുടെ വീട്ടിൽ. പണ്ട് തൊട്ടേ അതെ, കുട്ടിക്കാലം തൊട്ട് ഓണം വിഷു എന്ത് വന്നാലും അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടെ കൂടുന്നത്. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്. അമ്മൂമ്മയും ആൻറ്റിയും ചേച്ചിയും ബിജുവേട്ടനും എല്ലാവരും അവിടെ തന്നെയാണ്. സോ എല്ലാവരും കൂടെ അവിടെയാണ് കൂടുന്നത്. ഞങ്ങൾ കസിൻസ് എല്ലാവരും എപ്പോഴും അടിച്ചു പൊളിക്കാറുള്ളതും ഞങ്ങളുടെ ചെറിയ കുറുമ്പുകളും എല്ലാം അവിടെയായിരുന്നു. സോ ഇപ്പോഴും ഷീ സ്റ്റിൽ മൈ സോൾ സിസ്റ്റർ. സിദ്ധാർത്ഥൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും ഇറ്റ് വാസ് എ റിയലി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സിദ്ധാർത്ഥ ആയിരുന്നു ഈ ഫിലിമിൽ കോസ്റ്റാർന്ന് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. സെറ്റിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അപ്പം നമ്മുടെ പഴയ യോദ്ധലത്തെ ഉണ്ണിക്കുട്ടൻ എന്നൊക്കെ വിചാരിച്ചു വന്നപ്പോൾ. പക്ഷെ ഒട്ടും ആ ഒരു ചായയായിരുന്നില്ല. മുടിയൊക്കെ വളർത്തി സ്പൈക്കൊക്കെ വെച്ച് ഹി വാസ് ഓൾ ഡിഫറെൻറ്റ്. അപ്പം ആദ്യം വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അപ്പം തന്നെ ലെൻസർ കൊണ്ടുപോയി മൊട്ടയടിപ്പിച്ച് പഴയ പോലത്തെ
മുണ്ടൊക്കെ എടുത്തു കൊടുത്ത് ബുദ്ധ സന്യാസിയാക്കി മാറ്റി. ഹി വാസ് വെരി നൈസ് ടു വർക്ക് വിത്ത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സെറ്റിലെല്ലാവരും വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ലെനൻ സാറായാലും മധു അമ്പാട്ടായാലും ഹരി നായർ സാറായാലും മനീഷ മാം ആയാലും എല്ലാവരും. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു കമ്പനി തരാൻ ആക്ച്വലി സിദ്ധാർത്ഥായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം വളരെ ഫൺ രീതിയിലെടുക്കാനും ഒക്കെ ആയിട്ട്. സോ ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ്. ആൻഡ് ഹീ ഈസ് ഓൾസോ എ വെരി സ്വീറ്റ് പേഴ്സൺ. നമ്മൾ ആ പഴയ യോദ്ധയിൽ കാണുന്ന മരത്തെ ആ ഒരു ഇന്നസെൻറ്റ് വെരി ഫണി ക്യാരക്ടർ അത് തന്നെയാണ് ഇപ്പോഴും. ഇത്രയും വലുതായിട്ടും ഒരു ഹീസ് എ വെരി സക്സസ്ഫുൾ ബിസിനസ് മാൻ. എത്രയൊക്കെ വലുതായിട്ടും ഹീ സ്റ്റിൽ ദാറ്റ് ലിറ്റിൽ ഓൾഡ് അക്കുസോട്ടോ. ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ഒബ്സ്റ്റിക്കിൾസ് ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടും അല്ല, കുറേ ഹേർഡിൽസ് പാസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഫിലിം കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യം വരുന്നത് ജഗതി അങ്കിളിൻ്റെ ആക്സിഡൻ്റ് ആയിരുന്നു. നമുക്കെല്ലാവർക്കും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ ജഗതി അങ്കിൾ വരും എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു വളരെ പ്രോമിനൻറ്റ് ക്യാരക്ടറായിരുന്നു അത്. അപ്പം അങ്ങനത്തെ ആ ഒരു ക്യാരക്ടറിന് അങ്കിൾ വരും എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാവിലെയാണ് അറിയുന്നത് ഓൺ ദ വേ ആണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന്. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് പാക്കപ്പ് ചെയ്യേണ്ടി വന്നു. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ആക്ടറിനെ കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങനെ ഫൈനലിയാണ് പ്രശാന്ത് നാരായണനെ കണ്ടുപിടിച്ചത്. അതിനുശേഷം പിന്നെയും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനീഷ മാമിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അധികം വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീടാണ് അറിയുന്നത് മാമിന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ളത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്ന് പിന്നെയും ഞങ്ങൾ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കുമാണ് മാമിന് സെക്കൻഡറീസ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെയും ഓരോന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും ഫൈനലി ഞങ്ങൾ ഫൈനൽ ഷെഡ്യൂള് നേപ്പാളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻസ് നോക്കാൻ ലെനിൻ സാറ് പോകാനിരുന്നപ്പോഴാണ് നേപ്പാളിലെ എർത്ത് ക്വേക്കിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് മെയിൻലി ഫിലിം ഇത്രയും ഡിലേ ആവാനുള്ള റീസൺസ്. അപ്പം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഞങ്ങളത് ഓരോന്നും ഓവർകം ചെയ്തു. വളരെ എനിക്ക് തോന്നുന്നു നമ്മളൊരു ടീമായിട്ട് കൂടെ നിന്ന് ഓരോരുത്തരും ഈ ഫിലിം കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ആയതെന്നും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിന്നുപോയ പടമല്ലേ, ആർക്കും വേണ്ടാത്ത പടമല്ലേ എന്നൊക്കെ. അപ്പോൾ ഇറ്റ് റിയലി ഹേർട്ട് മീ. ബട്ട് ഐ തിങ്ക് ഇഫ് യു സ്ട്രോങ്ലി ബിലീവ് ഇൻ സംതിങ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ, എനിത്തിങ്. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഫിലിം കംപ്ലീറ്റ് ചെയ്യുമെന്ന്. എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഈ ഫിലിം കംപ്ലീറ്റ് ചെയ്തതും തിയേറ്റേഴ്സിലേക്ക് എത്തിയതും ഇപ്പം നല്ല റിവ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും മാത്രമല്ല 3 സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയതും. സോ ഐ തിങ്ക് ഇഫ് യു റിയലി ബിലീവ് ഇൻ സംതിങ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. ആൻഡ് ജസ്റ്റ് ദാറ്റ് യു ഷുഡ്ന്റ് എവർ ഗിവ് അപ്പ് യുവർ ഹോപ്സ് ഓൺ എനിത്തിങ്. സോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചാൽ എന്ത് കാര്യവും നടക്കും. അത് ഈ ഫിലിം അതിൻ്റെ ഒരു പ്രൂഫ് തന്നെയാണ്. മനീഷ മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും വളരെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു ആക്ടർ, ഇത്രയും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ലീഡിങ് ആക്ടേഴ്സായിട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ തന്നെ അതും ആദ്യം തന്നെ ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ അതൊരു വളരെ വലിയൊരു ഭാഗ്യമായിരുന്നു. വളരെ കംഫർട്ടബിളായിരുന്നു വർക്ക് ചെയ്യാൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല അവസാനമായപ്പോഴത്തേക്കും ഐ തിങ്ക് വി ഓൾ ഗോട്ട് റിയലി ക്ലോസ് ലൈക്ക് എ ഫാമിലി. അവസാനമായപ്പോഴത്തേക്കും എനിക്ക് കുറേ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ തന്നു. യു ആർ എ റിയലി ഗുഡ് ഡാൻസർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ഡാൻസ് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ. ഞാനില്ല, ഇപ്പോൾ പഠിക്കുന്നില്ല, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് മുംബൈയിലൊരു ഡാൻസ് സ്കൂളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഷീസ് ലൈക്ക് യു ലുക്ക് റിയലി യങ്, ഐ കാൺ ബിലീവ് ദറ്റ് യു ആർ എ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയും വലിയൊരാളുടെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വാസ് സംതിങ് റിയലി ഗ്രേറ്റ് ഫോർ മീ. സോ ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഹർ. ഫ്യൂച്ചർ പ്രോജക്ട്സ് വേറൊന്നും പറയാനായിട്ടില്ല. ഞാനങ്ങനെ ഒരു ഫുൾ ടൈം ഫിലിമിൽ നിൽക്കണം എന്നും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ പ്ലാനില്ല. ബിക്കോസ് ഐ തിങ്ക് ഫിലിംസ് ആർ ഓൾ അബൌട്ട് ലക്ക്. ഇഫ് യു ആർ റിയലി ഫോർച്ചുനേറ്റ് ഇനഫ് യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഗുഡ് ഫിലിംസ്. ബട്ട് ഇഫ് യു നോട്ട്, ഈവൻ ഇഫ് യു ട്രൈ, ഐ ഡോണ്ട് തിങ്ക് ദെയർസ് എ വേ. അതുകൊണ്ട് നല്ല ഓഫേഴ്സ് വന്നാൽ ഡെഫിനറ്റ്ലി ചെയ്യും. നല്ല സിനിമയുടെ ഭാഗമാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന നല്ല സ്റ്റോറി ആയിട്ടുള്ള, നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല ടീമായിട്ടുള്ള, നല്ല ക്യാരക്ടർ കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിലേ ചെയ്യുന്നുള്ളൂ.
അതുകൊണ്ട് ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഒരു ഹിന്ദി മ്യൂസിക് വീഡിയോ ഇപ്പോൾ ഞാൻ പാടി അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഈ മാസം ഇറങ്ങുമായിരിക്കും. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കൂടുതലും. മോഡലിങ്ങിലൂടെയാണ് ഞാൻ ആദ്യം ഫിലിമിലേക്ക് വരുന്നത്. ആദ്യം ചെയ്ത ആഡ് ഭീമ ജ്വല്ലേഴ്സിൻ്റെ ആഡാണ്. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ക്യാമറ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം ഒരുപാട് ആഡ്സ് ചെയ്തിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ധാത്രി, മാനുവൽ, അങ്ങനെ കുറേ ആഡ്സ് ചെയ്തിരുന്നു. 12th കഴിഞ്ഞ് വെക്കേഷന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമിലാണ് എനിക്ക് ഫസ്റ്റ് തമിഴ് മൂവിയിലേക്കുള്ള ഓഫർ വരുന്നത്. വവ്വാൽ പസംഗ എന്നായിരുന്നു ഫിലിമിൻ്റെ പേര്. സുരേഷ് ഡയറക്റ്റ് ചെയ്ത ഫിലിമായിരുന്നു. ഒരു നോർമൽ കമേഴ്ഷ്യൽ മൂവിയായിരുന്നു അത്. ചെറിയ ഫിലിമായിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ഫിലിം എക്സ്പീരിയൻസ് അതായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. SRM യൂണിവേഴ്സിറ്റിയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് എടവപ്പാതി മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ മൂവിക്ക് ഇത്രയും ഗ്യാപ്പ് വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. MA കമ്മ്യൂണിക്കേഷനാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ BFA ഭരതനാട്യം ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ കീഴിലും ഒരു കോഴ്സ് ചെയ്യാൻ പറ്റി. കുട്ടിക്കാലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ അധികം ഡാൻസ് പഠിച്ചിട്ടില്ല. അമ്മ ഇത്രയും വലിയൊരു ഡാൻസറായിട്ട് പോലും ഞാൻ അധികം അങ്ങനെ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അമ്മ എപ്പോഴും ഞാൻ എന്ന് ഡാൻസ് പഠിക്കണം എന്ന് അമ്മയോട് പറയുന്നു, അന്ന് മാത്രമേ എന്നെ പഠിപ്പിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഒരു കാര്യത്തിലും എന്നെ നിർബന്ധിച്ചിട്ടില്ല. അപ്പം ഞാൻ ചെന്നൈയിൽ പോയതിന് ശേഷമാണ് എനിക്ക് ഡാൻസ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ദാക്ഷായണി രാമചന്ദ്രൻ്റെ അടുത്താണ് ഞാൻ ആദ്യം ക്ലാസ്സസിന് പോയിരുന്നത്. പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ നീസാണ് അവർ. പിന്നീടാണ് BFA ഭരതനാട്യം പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തുനിന്ന് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി കോഴ്സ് പാസ്സായത്. പിന്നെ ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ പോയി, നാട്യാഞ്ജലീസിലൊക്കെ പെർഫോം ചെയ്തു. ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒറീസയിലും ഛത്തീസ്ഗഡിലും അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്സിലത്തെ ഫെസ്റ്റിവൽസിനും ഡാൻസ് ഫെസ്റ്റിവൽസിനും ഒക്കെ പോയി. എനിക്ക് തോന്നുന്നു ഡാൻസിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നൊരു ഒരു ക്രൗഡിൻ്റെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോഴും തിയററ്റിക്കലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറേ മനസ്സിലാക്കുമ്പോഴുമാണ് അതിനോടുള്ള കൂടുതലൊരു വല്ലാത്തൊരു താല്പര്യം വന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ശരിക്കും ഡാൻസ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മുംബൈയിൽ ടെമ്പിൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഡാൻസ് അക്കാഡമി ഉണ്ട്. അപ്പോൾ അത് നടത്തുന്നു. നല്ല കുറച്ച് കുട്ടികളെ പഠിപ്പിക്കണം. ഡാൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ഫിലിമിൻ്റെ ടെക്നിക്കൽ സൈഡ്സിനെ കുറിച്ച് തന്നെ ഒരു കോഴ്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെന്നൈയിലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ജോയിൻ ചെയ്തത്. കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ഡോക്യുമെൻ്ററീസും ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്യേണ്ടി വന്നു. ആദ്യമായിട്ട് ചെയ്തത് കഥകളിയെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു. നല്ല റിവ്യൂസും നല്ല റെസ്പോൺസസാണ് അതിന് കിട്ടിയത്. കോളേജിൽ നിന്ന് തന്നെ നല്ല അഭിപ്രായങ്ങളായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറൊരു പ്രോജക്റ്റ് എന്തായാലും സ്വന്തമായിട്ട് എനിക്ക് എന്താണ് മനസ്സിലായത് എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഓരോ ഷോർട്ട് ഫിലിംസും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം അങ്ങനെ ചെയ്തതാണ് രണ്ടാം വരവ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം. അമ്മയും എൻ്റെ ആൻറ്റിയുമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു 5 minutes ഷോർട്ട് മൂവി തന്നെയാണത്. ഒരു സൂപ്പർ നാച്ചുറൽ തീമാണ്. കഴിഞ്ഞ കൊല്ലത്തെ 5 അവാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അത്രയൊന്നും ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. വളരെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല റിവ്യൂസ് കിട്ടി. ഇത് ഹരിഹരൻ സാറിനെ കാണിച്ചപ്പം പറഞ്ഞു, ഉത്തരേന്ത്യ അഭിനയത്തിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, ഡിറക്ഷനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഉത്തരയ്ക്ക് പറ്റിയ പണി ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അത്രയും ഒരു സീനിയർ ഫിലിം മേക്കറിൻ്റെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് അവാർഡ്സിനെക്കാട്ടിലും വലിയൊരു റെക്കഗ്നീഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ആൽബം സോങ് പാടി അഭിനയിച്ച് ഡയറക്റ്റ് ചെയ്തിരുന്നു. പാതിര പൊൻ തേരൽ എന്നാണ് അതിൻ്റെ പേര്. പ്രമോദ് പപ്പൻ സാറാണ് അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തത്. ഒരു ഫൺ ലവിങ് കൈൻഡ് ഓഫ് എ വീഡിയോ ആണ്. ഒരു മലയാളം അറബിക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. കോറസ് പോർഷൻ അറബിക്കും ബാക്കി ലിറിക്സ് മലയാളം. അമ്മയാണ് മലയാളം ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അറബിക് പോർഷൻ ജയൻ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. ഒരു വളരെ
അടിച്ചു പൊളിച്ചൊരു സോങ്ങാണ്. പക്ഷേ ഒരു ഇമോഷണൽ കണ്ടൻറ്റും കൂടെ അതിൻ്റെ അവസാനം കൊണ്ടുവന്നിട്ടുണ്ട്. അറബിക് മ്യൂസിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു യൂഷ്വൽ ഫൺ വീഡിയോ പോലെ എടുത്തതാണ്. വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വർക്കൊന്നുമല്ല. പക്ഷേ ഒരു വളരെ ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ വീഡിയോ ആണ്. പിന്നെ ഇപ്പോൾ 9th മന്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോർട്ട് ഫിലിമും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മയും ദേവൻ അങ്കിളുമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് ഉടനെ റിലീസ് ചെയ്യണം. അതിനും ഇതുപോലത്തെ റെസ്പോൺസസ് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. മൂവീസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസിക്സിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഷോഷാങ്ക് റിഡംഷൻ ആൻഡ് സൈലൻസ് ഓഫ് ദ ലാംബ്സ്. പിന്നെ പൊതുവെ ഹൊറർ മൂവീസ് ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഹൊറർ ക്ലാസിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാസ്റ്റവേ, വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് ഒക്കെ എപ്പോഴും ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. ഹിന്ദിയിലാണെങ്കിൽ എല്ലാ കാലത്തും എനിക്ക് എപ്പോഴും കണ്ടാൽ ഇഷ്ടപ്പെടുന്നൊരു ഫിലിമാണ് 3 ഇഡിയറ്റ്സ്. രാജ്കുമാർ ഹിറാനിയുടെ എല്ലാ ഫിലിംസും പൊതുവെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇംതിയാസ് അലിയുടെ ഫിലിംസും വളരെ ഇഷ്ടമാണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പഴയ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലുള്ള ഫിലിംസാണ് ഏറ്റവും എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് തമാശയും ഒക്കെയായി വന്ന് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു എൻഡിങ് വരുന്ന പോലത്തെ ഫിലിംസ്, താളവട്ടം, ചിത്രം, അങ്ങനത്തെ ഫിലിംസൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ലെനിൻ സാറിൻ്റെ മഴ ഓഫ് കോഴ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളൊരു ഫിലിമാണ്. ഏറ്റവും വളരെ ഇഷ്ടം ഉള്ളൊരു ഫിലിമുമാണ്.